ഹലോ ഓൾ, വെൽക്കം ടു റൈസ് അപ്പ് ഡെയിലി എത്തിക്സ് ആൻഡ് റൈറ്റിംഗ് പ്രോഗ്രാം. ഇന്ന് നമ്മൾ ഡേ 6 ക്വസ്റ്റൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ തന്നെ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് ആറ്റിറ്റ്യൂഡും അതുപോലെ തന്നെ ആറ്റിറ്റ്യൂഡിൻ്റെ ഫംഗ്ഷൻസിനെ പറ്റിയൊക്കെ ആയിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ഫംഗ്ഷൻസ് ആറ്റിറ്റ്യൂഡ് പ്ലേ ഇൻ ലൈഫ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഡു യു ഓൾവേസ് ആക്ട് അക്കോർഡിംഗ് ടു യുവർ ആറ്റിറ്റ്യൂഡ്? ഇഫ് നോട്ട് വൈ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇൻട്രൊഡക്ഷൻ നോക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ നോക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ ഇൻ്റർപ്രിട്ടേഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഫസ്റ്റ് പാർട്ട് ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനിൽ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് പാർട്ടിൽ ഫംഗ്ഷൻസ് ഓഫ് ആറ്റിറ്റ്യൂഡ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. തേർഡ് പാർട്ടിൽ ഇഫ് ആറ്റിറ്റ്യൂഡ് ഡു യു ഓൾവേസ് ആക്ട് അക്കോർഡിംഗ് ടു യുവർ ആറ്റിറ്റ്യൂഡ്, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ, അല്ല എന്നുണ്ടെങ്കിൽ എന്ത് പറയണം. അപ്പോൾ ക്വസ്റ്റ്യൻ തന്നെ പറയുന്നുണ്ട് എന്ത്, ദർ ഇസ് എ ചാൻസ് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യില്ല, ആറ്റിറ്റ്യൂഡിനനുസരിച്ച് തന്നെ ബിഹേവ് ചെയ്യാൻ ചാൻസ് ഇല്ല എന്നുള്ളത് ക്വസ്റ്റ്യൻ തന്നെ ഇവിടെ മെൻഷൻ ചെയ്യുന്ന കാര്യം നിങ്ങൾ മറക്കരുത്. അപ്പോൾ ക്വസ്റ്റ്യൻ തന്നെ ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട് ഇതെന്ത് ചെയ്യുന്നില്ല, നിങ്ങൾ എപ്പോഴും ആറ്റിറ്റ്യൂഡിനനുസരിച്ചല്ല ബിഹേവ് ചെയ്യുന്നത്. ഇനി അതിന് റീസൺ എന്താണ്, വൈ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആസ്പെക്ട് കൂടി കാണാം. ദാറ്റ് ഈസ് യുവർ ലാസ്റ്റ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യനെ സ്ട്രക്ചർ ചെയ്യുന്ന സമയത്ത് ഇൻട്രൊഡക്ഷനിൽ നിങ്ങൾക്ക് 2-3 ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആറ്റിറ്റ്യൂഡിനെ പറ്റി ഒരു മെറ്റഫർ പോലെ പറഞ്ഞു തുടങ്ങാം, അത് നല്ലൊരു ഇൻട്രൊഡക്ഷൻ ആയിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആറ്റിറ്റ്യൂഡിൻ്റെ ഡെഫിനേഷൻ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തുടങ്ങാം. എന്നിട്ട് ഡെഫിനേഷൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ആറ്റിറ്റ്യൂഡിൽ, ഹ്യൂമൻ ലൈഫിൽ ആറ്റിറ്റ്യൂഡ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് കൂടി കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും ആൻസർ. അപ്പോൾ ഇവിടെ നമുക്കൊരു ഇൻട്രൊഡക്ഷൻ നോക്കാം. ഇവിടെ നമ്മൾ എക്സാമ്പിളായിട്ട് ഇൻട്രൊഡക്ഷൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് ആറ്റിറ്റ്യൂഡ് ഈസ് ലൈക്ക് ദ കോമ്പസ് ഓഫ് എ ട്രാവലർ, സ്മോൾ ഇൻ സൈസ് ബട്ട് എസെൻഷ്യൽ ഫോർ പോയിന്റിങ് ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ. അല്ലേ, ഒരു കോമ്പസ് പോലെയാണ്. ഇറ്റ് ഈസ് ഓൾവേസ് ഷോ ദ ഡയറക്ഷൻ ഇൻ വിച്ച് വെയർ യു വാണ്ടഡ് ടു ഗോ. സോ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു കോമ്പസ് ആണ്. ആൻഡ് ഇൻ ഹ്യൂമൻ ലൈഫ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കണക്ട് ചെയ്യാണ്. ഇൻ ക്വയറ്റ്ലി ഗൈഡൻസ് പെർസെപ്ഷൻസ്, ഡിസിഷൻസ്, ആക്ഷൻസ് ആൻഡ് ഹെൽപ്പിംഗ് ദെൻ അലൈൻ വിത്ത് കോർ വാല്യൂസ് ആൻഡ് എത്തിക് പ്രിൻസിപ്പിൾസ്. കണ്ടോ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റിനുമായിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ മെറ്റഫർ കൊടുത്തപ്പം ക്വസ്റ്റിനുമായിട്ട് നമ്മളൊന്ന് ലിങ്ക് ചെയ്തു. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വേറൊരു ഇൻട്രൊഡക്ഷൻ, നിങ്ങൾക്ക് ഒരു ഓൾട്ടർനേറ്റീവ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് ആറ്റിറ്റ്യൂഡ് ഈസ് എ ലേൺഡ് ആൻഡ് റിലേറ്റീവ്ലി സ്റ്റേബിൾ മെന്റൽ പ്രീ ഡിസ്പോസിഷൻ ടു തിങ്ക്, ഫീൽ, ബിഹേവ് ഇൻ എ സർട്ടൻ വേ ആൻഡ് ടുവേർഡ്സ് എ പേഴ്സൺ ഓർ ഒബ്ജക്ട് ഓർ എ ഐഡിയോളജി ഓർ എ ഫീലിംഗ്. സോ ഇവിടെ നമ്മൾ എന്താ കൊടുത്തത്, ഫസ്റ്റ് ഒരു മെറ്റഫർ ടൈപ്പ് ഓഫ് ഇൻട്രൊഡക്ഷൻ, സെക്കൻഡ് നമ്മൾ കൊടുത്ത ഇൻട്രൊഡക്ഷൻ ആണ് ഒരു ഡെഫിനിഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്താണ്, ഇറ്റ് ഈസ് ഓൾസോ ഷേപ്ഡ് ബൈ എക്സ്പീരിയൻസ്, വാല്യൂസ് ആൻഡ് സോഷ്യൽ ഇൻഫ്ലുവൻസ്. ദിസ് ഈസ് ഡയറക്ട്ലി ഡെഫിനേഷൻ ബേസ്ഡ് ആണ്. സോ ഐ പ്രിഫർ മോർ ഓഫ് എ ഗോയിങ് വിത്ത് ദിസ് ഡെഫിനേഷൻ അല്ലെങ്കിൽ ദിസ് കൈൻഡ് ഓഫ് ഇൻട്രൊഡക്ഷൻ ഹിയർ. ബിക്കോസ് ഇവിടെ നിങ്ങൾ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നോർമലായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും, മജോറിറ്റി ഓഫ് സ്റ്റുഡൻസിന്റെ ആൻസറിന്റെ ഇൻട്രൊഡക്ഷനിലും ആറ്റിറ്റ്യൂഡിന്റെ ഡെഫിനേഷൻ ആയിരിക്കും നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവുക. ആൻഡ് ഇവിടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളത് എന്ത് ചെയ്യുന്നില്ല, എക്സ്പ്ലിസിറ്റ്ലി ക്വസ്റ്റ്യൻ ചോദിക്കുന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഒരു മെറ്റഫർ കൊടുത്തിട്ട് ദെൻ യു ക്യാൻ കണക്ട് ആറ്റിറ്റ്യൂഡ് വിത്ത് ഡെയിലി ലൈഫിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇനി ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡയറക്റ്റ് ആണ്, ഫംഗ്ഷൻസ് ഓഫ് ആറ്റിറ്റ്യൂഡ് ആണ്. രാവിലെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡിഫറെൻറ്റ് ഫംഗ്ഷൻസ് ഉണ്ട് ആറ്റിറ്റ്യൂഡിന്. ആൻഡ് വൺ ഓഫ് ദ ഫംഗ്ഷൻ ആണ് നോളജ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എന്തെങ്ങനെയാണ് നോളജ് ഫംഗ്ഷൻ നമുക്ക് തരുന്നത്, നമ്മളുടെ ബിഹേവിയർ എന്താണ് എന്നുള്ളത് ആറ്റിറ്റ്യൂഡ് കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഒരു റൈറ്റ് ആറ്റിറ്റ്യൂഡാണ് ബേസിക്കലി നമ്മുടെ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് particular situation. For example, if you have a positive attitude towards healthy eating, അപ്പോൾ നമ്മളൊരു സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ നമ്മൾ ചിക്കൻ ബിരിയാണിയും മന്തിയും കണ്ടു കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഹെൽത്തി ഡിഷസ് മാത്രമേ ഓർഡർ ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസിഷൻസ് ആർ വെരി ഫാസ്റ്റ്, അതേപോലെ തന്നെ നമ്മുടെ ഡിസിഷൻസ് ആർ പ്രെഡിക്റ്റബിൾ. സോ ഇൻ കൈൻഡ് ഓഫ് സിറ്റുവേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരുപാട് ആലോചിക്കേണ്ടി വരില്ല. നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഡിസിഷൻസ് നിങ്ങൾക്ക് എപ്പോഴും എടുക്കാൻ പറ്റും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വിക്ക് ഡിസിഷൻസ് മേക്കിംഗ് ഈസ് പോസിബിൾ. അനദർ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു ആറ്റിറ്റ്യൂഡിൻ്റെ തന്നെ ഒരു ഫംഗ്ഷനാണ് ഈഗോ ഡിഫെൻസീവ് ഫംഗ്ഷൻ. ഈഗോ ഡിഫെൻസീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ ഒരു ഏരിയയുമായിട്ട് നിങ്ങൾക്ക് കഴിവില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ കഴിവില്ലാത്തതിന് വരെ നിങ്ങൾ അംഗീകരിക്കുന്ന വരെ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ പറയും യു ഡോണ്ട് ലൈക്ക് ദാറ്റ് അല്ലേ. ഇപ്പം ഞാൻ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുട്ബോൾ കളിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കാൻ അറിയില്ല. അപ്പോൾ നിങ്ങൾ എന്താ പറയുക, ഐ ഡോണ്ട് ലൈക്ക് ഫുട്ബോൾ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഈഗോ അവിടെ ഡിഫെൻഡ് ചെയ്യാണ്. നിങ്ങൾക്ക് കളിക്കാൻ അറിയാത്തതുകൊണ്ടല്ല, പകരം എന്തുകൊണ്ടാണ്, നിങ്ങൾക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ കളിക്കാത്ത എന്ന് പറയുന്ന ഒരു അപ്രോച്ചിലേക്കാണ് ഇവിടെ നിങ്ങൾ എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സെൽഫ് എസ്റ്റീം അതുപോലെ തന്നെ നിങ്ങളുടെ ആങ്സൈറ്റി കാര്യങ്ങളൊക്കെ ഇതുകൊണ്ട് കുറയും. അപ്പം നമുക്ക് വേണമെങ്കിൽ പറയാം, ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഇപ്പം എക്സാമിൽ ഫെയിൽ ആവുന്നു. അപ്പോൾ നിങ്ങൾ ടീച്ചറിൻ്റെ എന്ത് ചെയ്യുന്നു, ടീച്ചർ പഠിപ്പിച്ച ശരിയായില്ല, അതുകൊണ്ടാണ് ഞാൻ എക്സാം തോറ്റത്, അല്ലാതെ നമുക്ക് കഴിവില്ലാത്തതുകൊണ്ടല്ല എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യില്ല, അംഗീകരിക്കില്ല. ഈഗോ ഡിഫെൻസീവ്. ആൻഡ് അനദർ ഫംഗ്ഷൻ ഈസ്
വാല്യൂ എക്സ്പ്രസീവ് ഫംഗ്ഷൻ ആണ്. നമ്മളുടെ കോർ വാല്യൂസ് എന്താണ് എന്നുള്ളത്, നമ്മുടെ സെൽഫ് ഐഡന്റിറ്റി എന്താണെന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് ഇതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പ്രസീവ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം ജെൻഡർ ഇക്വാലിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഐഡിയ നമ്മളിപ്പം ജെൻഡർ ഇക്വാലിറ്റി പറയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ള ആളാണെങ്കിൽ, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ജെൻഡർ ഇക്വാലിറ്റി ആണെന്നുണ്ടെങ്കിൽ, നമ്മൾ എല്ലാ സിറ്റുവേഷൻസിലും നമ്മൾ ആ വാല്യൂ നമുക്കത് റിഫ്ലക്ട് ചെയ്ത് കാണിക്കാൻ പറ്റും. ഇക്വാലിറ്റിന്റെ വാല്യൂ നമുക്ക് റിഫ്ലക്ട് ചെയ്ത് കാണിക്കാൻ പറ്റും. അനദർ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഈസ് യൂട്ടിലിറ്റേറിയൻ അഡാപ്റ്റീവ് ഫംഗ്ഷൻ ആണ്. അതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആറ്റിറ്റ്യൂഡിന്റെ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ ബെനിഫിറ്റ്സ് എങ്ങനെയാണ് ആ ബെനിഫിറ്റ്സ് വരുന്നത് അല്ലേ എന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ യൂട്ടിലിറ്റേറിയൻ ഫംഗ്ഷൻ നമുക്ക് പറയാൻ പറ്റും. ഗെയിൻ റിവാർഡ് വേണോ, ഓക്കെ, നമ്മളൊരു വർക്ക് എങ്ങനെയാണ് നമ്മൾ ആ വർക്കിനോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളതൊക്കെ ഇത് പ്രകാരം ഡിഫൈൻഡ് ആണെന്നുള്ളതാണ്. അനദർ ഫംഗ്ഷൻ ഈസ് സോഷ്യൽ അഡ്ജസ്റ്റ്മെന്റ് ഫംഗ്ഷൻ. എങ്ങനെയാണ് ചെയ്യുക, ഇപ്പം നമുക്കൊരു സൊസൈറ്റിയെ സംബന്ധിച്ചോളം നമുക്ക് ഇൻഡിവിജ്വലി എന്തുണ്ടാവും, പല ഡിഫറെൻറ്റ് ഒപ്പീനിയനും ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് സൊസൈറ്റി ഉള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആണ് എന്നുണ്ടെങ്കിൽ, നമ്മൾ ആ ടീമിൻ്റെ വർക്കുമായിട്ട് അല്ലെങ്കിൽ ടീമിൻ്റെ ആറ്റിറ്റ്യൂഡുമായിട്ട് അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്ത് ചെയ്യാൻ പറ്റും, ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ബാക്കിയുള്ളവരുടെ ചിന്തിക്കുന്ന പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങും, അതേപോലെ തന്നെ ചിന്തിച്ച് പറയുമ്പം ഓട്ടോമാറ്റിക്കലി ഗ്രൂപ്പ് അക്സെപ്റ്റൻസ് കിട്ടും അല്ലേ. ഇപ്പം നമ്മൾ ആലോചിച്ച് ഒരു ഹെട്രോസെക്ഷൽ സൊസൈറ്റിയിൽ നമ്മൾ ഹോമോസെക്ഷുവാലിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്നില്ല, നമ്മൾ കംപ്ലീറ്റ്ലി ഹെട്രോസെക്ഷുവാലിറ്റിയെ തന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു. അപ്പോൾ ആ ഗ്രൂപ്പ്, ആ കമ്മ്യൂണിറ്റി നമ്മൾ കൂടുതൽ അക്സെപ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് അവിടെ കൂടുതലാണ്. സോ ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻസ്. സോ അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 4-5 പോയിന്റ്സ് എങ്കിലും എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഇത് വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ പഠിച്ചത് തന്നെ നിങ്ങൾക്ക് അങ്ങനെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, എഴുതാനും പറ്റും. അതിന് ഡിഫറെൻറ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ വിച്ച് ഈസ് വെരി ഗുഡ്. ഓക്കെ, ഇനി സെക്കൻഡ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ എന്താ, നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ചാണോ പ്രവർത്തിക്കുക. അതിൻ്റെ അർത്ഥം എന്താണ്, ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ്, ആറ്റിറ്റ്യൂഡ് ഈസ് കൈൻഡ് ഓഫ് എ ഫീലിംഗ് അല്ലെങ്കിൽ നമ്മൾ തിങ്കിങ് ആണ് അല്ലേ. അപ്പോൾ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ദാറ്റ് ആക്ഷൻസ്. സോ ആറ്റിറ്റ്യൂഡും ബിഹേവിയറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിഹേവിയർ ഈസ് ഓൾ അബൌട്ട് ആക്ഷൻ, നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. ചില സമയത്ത് നമ്മൾ ഉള്ളിലുള്ള ചിന്താഗതിക്ക് അനുസരിച്ചല്ല നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുക, നമ്മൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് പലപ്പോഴും നമ്മൾ ചെയ്യാറുണ്ട്. ഇപ്പം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല സിറ്റുവേഷനിൽ, ഇപ്പം സിറ്റുവേഷണൽ ഫാക്ടേഴ്സ് എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില സിറ്റുവേഷനിൽ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിന് അഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങൾ ചിലപ്പോൾ ആക്ട് ചെയ്തു എന്ന് വരിക്കും. ഓക്കെ, ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു സിവിൽ സർവൻറ്റ് എന്ത് ചെയ്യുന്നു, ഇപ്പോൾ അയാളൊരു ഓണസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ ചില സമയത്ത് എന്ത് ചെയ്യുന്നു, അയാൾ ആ ഒരു സെൻസിറ്റീവ് ഇൻഫർമേഷൻ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു കമ്മ്യൂണൽ ക്ലാഷ് വരുന്നതുകൊണ്ട് അവിടെ എന്ത് ചെയ്യുന്നു, ഓണസ്റ്റി എന്ന് പറയുന്ന ഒരു വാല്യൂ അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് എന്ത് ചെയ്യുന്നില്ല, അയാൾ കീപ്പ് ചെയ്യുന്നില്ല. അവിടെ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ ഉള്ളതുകൊണ്ടാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പം നിങ്ങൾക്ക് ഒരു വീക്ക് ആറ്റിറ്റ്യൂഡ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ പറഞ്ഞു നിങ്ങളിപ്പോൾ ട്രാഫിക് ലൈറ്റിൽ നിങ്ങൾക്ക് ഒരു അർജന്റ് ആയിട്ട് ഒരു സ്ഥലത്ത് പോകുമ്പം ട്രാഫിക് ലൈറ്റ് എന്ത് ചെയ്യും, നിങ്ങൾ ഈവൻ അവിടെ ആരും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ജമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. കാരണം ആ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് അർജൻസി ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഈവൻ ദോ യുവർ ആറ്റിറ്റ്യൂഡ് ഈസ് പോസിറ്റീവ്, നിങ്ങൾക്ക് ട്രാഫിക് ലോസ് ഫോളോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ആ സിറ്റുവേഷനിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ആ പർട്ടിക്കുലർ ആറ്റിറ്റ്യൂഡ് ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. അനദർ ഇമ്പോർട്ടൻറ്റ് ഡിഫറൻസ് ഈസ് ദാറ്റ് ബിഹേവിയർ ആറ്റിറ്റ്യൂഡും ഡിഫറെൻ്റ് ആവുന്ന ഒരു ഏരിയയാണ് സോഷ്യൽ നോംസ് ആൻഡ് എക്സ്പെക്ടേഷൻസ്. ഇപ്പോൾ വൈഡർ സോഷ്യൽ നോംസ് ഉള്ള സമയത്ത് ആ സോഷ്യൽ നോംസുമായിട്ട് അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് നിങ്ങൾ പറഞ്ഞൊന്നും വരില്ല. ഇപ്പം നിങ്ങൾക്ക് എപ്പോഴും അത് കാണാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വീടുകളിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഇൻഡിവിജ്വലി നിങ്ങൾക്ക് ചിലപ്പോൾ കുറേ മോഡേൺ വാല്യൂസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ വീട്ടിൽ പോയി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ നിന്ന് എന്ത് ചെയ്യും, അച്ഛനും അമ്മയും ചിലപ്പോൾ തല്ലും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അല്ലെ അവർ ചീത്ത പറയും. അപ്പോൾ അവിടെ ഒരു അല്ലെങ്കിൽ കുടുംബക്കാരുടെ അടുത്തൊരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇൻഡിവിജ്വലി വിശ്വസിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും കുടുംബക്കാരുടെ അടുത്തെത്തുമ്പോൾ എന്ത് ചെയ്യും, അവരെന്താണോ പറയുന്നത് അതിൽ നമ്മൾ അത് ശരിയാട്ടോ, അത് ശരിയാണോ എന്ന് പറഞ്ഞിട്ട് നമ്മളത് അംഗീകരിച്ചു പോകും. സോ ഇവിടെ എന്താ നമ്മളിവിടെ ചെയ്യുന്നത്, ഇവിടെ ആ സോഷ്യൽ നോംസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫോളോ ചെയ്യുന്നു. അപ്പം നമ്മുടെ തിങ്കിങ്ങും ഫീലിങ്ങും ഡിഫറെൻ്റ് ആണ്. പക്ഷെ ബിഹേവിയർ വന്നപ്പം സോഷ്യൽ നോമിന് നമ്മൾ ആറ്റിറ്റ്യൂഡിനെക്കാട്ടും എന്ത് ചെയ്തു, ഇമ്പോർട്ടൻസ് കിട്ടി. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻസിൽ നമ്മൾ ചിലപ്പം നമ്മുടെ ആറ്റിറ്റ്യൂഡിനനുസരിച്ചുള്ള ബിഹേവിയർ തന്നെ ഫോളോ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, ആൻഡ് അനദർ തിങ് ഈസ് ദാറ്റ് പ്രാക്ടിക്കൽ കൺസ്ട്രെയിൻസ് ആണ്. ചില സമയത്ത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, കോർട്ടിൽ മജിസ്ട്രേറ്റ് എന്ത് ചെയ്യുന്നു, ഇപ്പോൾ വേസ്റ്റ് സെഗ്രിഗേഷൻ ചെയ്യണമെന്നുണ്ട്. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും ഉണ്ട്. പക്ഷേ ദർ ഈസ് ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ, അല്ലെങ്കിൽ ദർ ഷുഡ് ബി ആൻ ഇൻക്ലൂസീവ് ഇന്റർനെറ്റ് വേണമെന്ന് മജിസ്ട്രേറ്റ് വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാത്തതുകൊണ്ട് അത് എന്ത് ചെയ്യുന്നില്ല, ഇന്റർനെറ്റ് എന്ന് പറയുന്ന ഒരു സാധനത്തിന് എല്ലാവർക്കും കൊടുക്കണമെന്ന് ഓർഡർ ഇടുന്നില്ല. സോ ഇവിടെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് എന്ത് ചെയ്യുന്നു, ഒരു പ്രാക്ടിക്കൽ കൺസ്ട്രെയിൻസ്, നമുക്കത് കൃത്യസമയത്ത് അത് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ആ സമയത്ത് നമ്മൾ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ റോൾ ഒബ്ലിഗേഷൻസ്, ചില സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ബിലീഫ്സ്, പേഴ്സണൽ ഡ്യൂട്ടിക്ക് അനുസരിച്ച് നിങ്ങൾ ചെയ്യേണ്ടി വരും. ഇപ്പം നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആലോചിക്കുക, മാരിറ്റൽ റേപ്പ് എന്ന് പറയുന്നതിനെതിരെ നിങ്ങൾക്ക് എന്താണ് ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണുള്ളത്. അപ്പോൾ മാരിറ്റൽ റേപ്പ് നിങ്ങൾ അംഗീകരിക്കുന്നില്ല. പക്ഷെ നിങ്ങളൊരു പോലീസ് ഓഫീസറാണ്. അപ്പോൾ ഒരാൾ മാരിറ്റൽ റേപ്പ് എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കേസ് എടുക്കാൻ പറ്റില്ല. കാരണം ലീഗലി അവിടെ എന്താണ്,
അവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഡിഫറെൻറ്റ് റോൾ, പേഴ്സണൽ റോൾ, പോലീസ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ റോൾ നിങ്ങൾ വഹിക്കുന്ന സമയത്ത് യു മൈറ്റ് ഹാവ് ടു ബിഹേവ് ഇൻ എ സർട്ടൻ വേ. അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ നിങ്ങളുടെ കൃത്യമായുള്ള ആറ്റിറ്റ്യൂഡ് അവിടെ റിഫ്ലക്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതൊരു പ്രോബ്ലം ആയിട്ട് നിങ്ങൾക്ക് വരാം. അതുപോലെ തന്നെ ഫിയർ ഓഫ് റിപ്പർക്കഷൻ, നിങ്ങളുടെ യഥാർത്ഥ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ യഥാർത്ഥ ആറ്റിറ്റ്യൂഡ് ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാലോ എന്നുള്ളൊരു ആസ്പെക്റ്റിലേക്ക് നിങ്ങൾ ചിലപ്പോൾ അത് പറയാതിരിക്കില്ല. സോ ഈ അത്രയും സിറ്റുവേഷനിൽ ദീസ് ആർ സർട്ടൻ എക്സാമ്പിൾസ് ഓഫ് സിറ്റുവേഷൻസ്. ഈ സിറ്റുവേഷൻസിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ ആറ്റിറ്റ്യൂഡിനനുസരിച്ചല്ല നമ്മൾ പലപ്പോഴും ബിഹേവ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. പക്ഷേ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സമയങ്ങളിലും നമ്മളിങ്ങനെയല്ല. ചില സമയങ്ങളിൽ എന്ത് ചെയ്യും, ഇതൊരു ഡിഫറൻസ് ആണ്. ചില സമയത്ത് ആറ്റിറ്റ്യൂഡ് എന്ത് ചെയ്യുന്നില്ല, ആറ്റിറ്റ്യൂഡും നിങ്ങളുടെ ബിഹേവിയറും തമ്മിൽ ഈക്വൽ ആവാത്ത സിറ്റുവേഷനാണ് ഈ സിറ്റുവേഷൻസ് എല്ലാം. പക്ഷേ ചില സമയത്ത് ആറ്റിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു ബിഹേവിയർ എന്ന് പറയുന്ന സിറ്റുവേഷൻസ് വരും. സോ ദിസ് ഷുഡ് ബി ദ മജോറിറ്റി സിറ്റുവേഷൻ. അപ്പോൾ അതെന്താവും, എ പേഴ്സൺ വിൽ ലീഡ് ടു മോർ ഓഫ് ആൻ ഇൻറ്റഗ്രിറ്റി അവിടെ എന്ത് ചെയ്യും, കൂടുതലായിട്ട് കാണാൻ പറ്റും. ദാറ്റ് മീൻസ് നിങ്ങളുടെ ഫീലിംഗ് എന്താണോ, നിങ്ങളുടെ തിങ്കിങ് എന്താണോ, അത് തന്നെയായിരിക്കും നിങ്ങളുടെ ആക്ഷൻ എന്ന് പറയുന്നത്. സോ മോസ്റ്റ്ലി നമുക്ക് എന്താണ് വേണ്ടത്, ഇഫ് യു ഹാവ് എ സ്ട്രോങ് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇഫ് യു ലൈക്ക് ഞാൻ പറഞ്ഞു ഒരു പോയിന്റ് ചെയ്യാന്നുണ്ടെങ്കിൽ 10ൽ 10 നിങ്ങൾ എന്ത് ചെയ്യുന്നു, ബിലീവ് ചെയ്യുന്നു. സോ ഇഫ് യു ഹാവ് എ സ്ട്രോങ് ആറ്റിറ്റ്യൂഡ് ദാറ്റ് മോസ്റ്റ് ലൈക്ലി ടു ലീഡ് ഇൻ ടു എന്താണ്, ബിഹേവിയറും അലൈൻ ചെയ്ത് വരും എന്ന് വേണമെങ്കിൽ നമുക്ക് കൺക്ലൂഷൻ എഴുതാം. വീക്ക് ആറ്റിറ്റ്യൂഡ് വരുന്ന സമയത്ത്, അതായത് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി അതിനകത്ത് ഉറപ്പില്ല, വീക്ക് ആറ്റിറ്റ്യൂഡ് ആണെന്നുണ്ടെങ്കിൽ ദർ വിൽ ബി സിറ്റുവേഷൻ അനുസരിച്ച് ചിലപ്പോൾ ചില സമയത്ത് നിങ്ങൾ എന്ത് ചെയ്തേക്കാം, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ബിഹേവിയറും വരാം. അപ്പോൾ ഇവിടെ സിറ്റുവേഷനിൽ ബിഹേവിയറും ആറ്റിറ്റ്യൂഡും ഒന്നിച്ച് പോകണം എന്നുള്ളതിന് നമുക്ക് നിർബന്ധമില്ല. സോ ഇൻ ആൻ ഐഡിയൽ ആറ്റിറ്റ്യൂഡ് ആൻഡ് ആക്ഷൻ വുഡ് അലൈൻ, ബട്ട് എക്സ്റ്റേണൽ പ്രഷർ കൺസ്ട്രെയിൻസ് ഒക്കെ ഉള്ള സമയത്ത് എന്ത് ചെയ്യാറുണ്ട്, ഇത് ഡൈവർജൻസ് ചെയ്യും. പക്ഷേ മാക്സിമം നമുക്ക് എന്ത് ചെയ്യണം, പബ്ലിക് സർവീസിൽ എത്തിക്കലായിട്ട് ബിഹേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദർ ഷുഡ് ബി റൈറ്റ് ആറ്റിറ്റ്യൂഡ് ആയിട്ട് പോകണം എന്നുള്ളതാണ് പറയുന്നത്. സോ ഇത്രയാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ പറയാനുള്ളത്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ആൻഡ് നിങ്ങളുടെ ആൻസേഴ്സ് എന്ത് ചെയ്യുക, ഇതുമായിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആൻഡ് ഇഫ് യു ആർ നോട്ട് റൈറ്റിംഗ് ഓൾ ദീസ് പോയിന്റ്സ്, യു ക്യാൻ റൈറ്റ് ഡൗൺ ദീസ് പോയിന്റ്സ് ഇൻ യുവർ നോട്ട്സ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.